കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പുനർനിർമ്മിക്കപ്പെടുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. 4 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിന്റെ കേവലം ഒരു വിജയം മാത്രമല്ല, മറിച്ച് 100-ലധികം സീറ്റുകൾ നേടി കരുത്തുറ്റ ഒരു തിരിച്ചുവരവാണ് UDF ലക്ഷ്യമിടുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഭരണവിരുദ്ധ വികാരം, മുന്നണിയുടെ ആഭ്യന്തര ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം UDFന് അനുകൂലമാണെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ലക്ഷ്യം 100-ലധികം സീറ്റുകൾ എന്നതാണ്. ഒരുക്കങ്ങൾ ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അക്കങ്ങൾക്കുള്ള പ്രാധാന്യം വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 80 മുതൽ 85 സീറ്റുകൾ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് കേവലം ഒരു കണക്കെടുപ്പല്ല, മറിച്ച് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളെക്കാൾ തിളക്കമാർന്ന വിജയമായിരിക്കും നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ നിയമപരിധിയാണ് UDF നിശ്ചയിച്ചിരിക്കുന്നത്. ജനുവരി 15-നും 20-നും ഇടയിൽ മുന്നണിക്കുള്ളിലെ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കും.